3.5 ലക്ഷത്തോളം പേര് കണ്ട ഒരു ഇഞ്ചി കൃഷിയുടെ മറ്റൊരു വേർഷനാണ് ഈ ഗ്രോ ബാഗിലെ ഇഞ്ചി കൃഷി. ഇത് ഗ്രോ ബാഗിലും മറ്റേ ചട്ടിയിലുമായിട്ടാണ് ഞാൻ നട്ടിരിക്കുന്നത്. പക്ഷേ ഇതല്ല, ഇതിന് മൂന്നാമതൊരു വേർഷനുണ്ട്. അത് ചൈനീസ് മാതൃകയിലാണ്. ചൈനീസ് മാതൃകയിൽ ഞാൻ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വളപ്രയോഗമാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. വളപ്രയോഗവും ചൈനീസ് മാതൃകയിൽ തന്നെയാണ്. അപ്പോൾ ചൈനീസ് മാതൃകയിൽ ഇഞ്ചി ഞാൻ കൃഷി ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. ഇത് മാർച്ച് ലാസ്റ്റ്, അതായത് ഏപ്രിൽ ആദ്യവും മാർച്ച് ലാസ്റ്റുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, പുതുമഴ കഴിഞ്ഞപ്പോൾ. മറ്റേ ഞാൻ കഴിഞ്ഞ മാസമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറമ്പിലൊക്കെ ചെയ്യുമ്പോൾ പുതുമഴയ്ക്കാണ് സാധാരണ ചെയ്യുന്നത്. ഗ്രോ ബാഗിൽ സമയം ശരിക്കും കൃത്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ അത് തെറ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ഇഞ്ചി വളർന്ന് മുളച്ചു വന്നു. അപ്പോൾ ഈ മഴ കാരണം മുളച്ചു വരില്ല, ചീഞ്ഞു പോകുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ മുളച്ചു വന്നു. ആ ഇഞ്ചി ഞാൻ കാണിക്കാം. കാരണം ഞാൻ സമയം തെറ്റിച്ച് ചെയ്യുന്ന വേറെ കൃഷികളുണ്ട്. അതായത് കോളിഫ്ലവർ. ഇത് ഡിസംബറിലൊക്കെയാണ് ഈ കോളിഫ്ലവർ വിളവെടുക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ പെരുമഴ കാലത്താണ് വിളവെടുക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ഒരു കുഴപ്പമില്ല, ശരിക്കും ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ എടുത്തതാണ് ഞാൻ, വിളവെടുത്തതാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ വിളവെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ കോളിഫ്ലവറിന് ശീതകാല പച്ചക്കറി ആയതുകൊണ്ട് മഞ്ഞുകാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇതാണ് ആ ചൈനീസ് മാതൃകയിൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 1.5 അടി താഴ്ചയിലും 1.5 അടി വീതിയിലും ആണ് ഈ തോടെടുത്തിരിക്കുന്നത്. ആ തോട്ടിലാണ് ഈ ഇഞ്ചി കൃഷി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, മുളച്ചു വന്നിട്ടുണ്ട്, നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ടല്ല. അപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ശീമക്കൊന്നയുടെ ഇല കുറച്ച് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ശീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുക്കുന്നത് കീടങ്ങൾ വരാതിരിക്കാൻ നല്ലതാണ്, മൂട് ചെയ്യാതിരിക്കാനൊക്കെ നല്ലതാണ്. ചൈനീസുകാർ ചെയ്യുന്നത് പച്ച ഇലകളാണ്. അത് ശീമക്കൊന്നയുടെ വേണമെന്നില്ല, ഏതെങ്കിലും ഇലകളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാത്തിലും നമ്മൾ പച്ച ഇല ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് ചാണകമാണ്, പച്ച ചാണകം. പച്ച ചാണകം ഇട്ട് കൊടുക്കുക. ഇഞ്ചിക്ക് പച്ച ചാണകം എന്ന് പറഞ്ഞാൽ ജീവനാണ്. കാരണം ഈ ചാണകക്കുടിയിൽ കൊണ്ടുവന്ന് നമ്മൾ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ ഇഞ്ചി ചോദിക്കും നമ്മളോട്, എനിക്ക് വളം കിട്ടിയില്ലല്ലോ എന്ന്. നട്ടിരിക്കുന്നത് ചാണകക്കുടിയിലാണ്, അത്രയും വളമുണ്ട്, എന്നിട്ടും ഇഞ്ചി അങ്ങനെ ചോദിക്കും. എന്നിത് പഴയ കാലത്തെ ആൾക്കാർ പറയുന്നതാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിക്ക് ഏറ്റവും കൂടുതൽ പച്ചച്ചാണകമാണ് ആവശ്യം. നമുക്കിത് എല്ലാത്തിലും ഇതുപോലെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ജനങ്ങളിലേക്ക് ഇതൊന്ന് എത്തിക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഈ മഴ നന്നായിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഈ വളം ചേർത്തിട്ട് ഇതിന് മണ്ണിട്ട് മൂടണം. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കില്ല. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമല്ല. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഞാൻ ഇഞ്ചി നട്ടത്. ഇപ്പോൾ ചൈനക്കാർ ചെയ്യുന്നത് ഈ കോലാടിൻ്റെ ചെമ്മരിയാടിൻ്റെ ഒക്കെ കാഷ്ടം ആണ് ഇടുന്നത്. പിന്നെ അവിടെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ, കന്നുകാലികളൊക്കെ ഉണ്ട്, അതിൻ്റെ അവശിഷ്ടങ്ങളിടും. ഇത് കൂടാതെ നോൺ വെജ്, ഈ പാമ്പിനെയൊക്കെ കറി വെച്ചിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യുന്നതിലെ അവശിഷ്ടങ്ങൾ, അതുപോലെ പഴുതാര, പാറ്റ, പട്ടി, ഇവയുടെയൊക്കെ അവശിഷ്ടങ്ങൾ കൊടുക്കും. നമുക്കതൊന്നും കൊടുക്കാൻ സാധിക്കില്ലല്ലോ. ഇനി അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് എപ്സം സോൾട്ടാണ്. ഇത് ഓർഗാനിക്കാണ്. തമിഴ്നാട്ടിൽ വ്യാപകമായി കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ എപ്സം സോൾട്ട്. തമിഴ്നാട്ടിലല്ല, ചൈനയിലും, തമിഴ്നാട്ടിലും ജപ്പാനിലും എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നൊരു സംഭവമാണ് എപ്സം സോൾട്ട്. ഇതിൻ്റെ ശരിയായ രീതിയിൽ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോകും. അപ്പോൾ ഇത് ശരിക്കും വേണ്ടത് ഇഞ്ചിയൊക്കെ ആകുമ്പോൾ ഒരു 5-6 ഗ്രാം ഒരു ചെടിക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിന് വില വളരെ കുറവാണ്. 1 കിലോയ്ക്ക് 30 രൂപയാണ് വില. കണ്ടാൽ പഞ്ചസാര പോലെ ഇരിക്കും. ഇത് എപ്സം എന്ന പ്രദേശത്തുനിന്ന് മണ്ണിൽ നിന്നും കുഴിച്ചെടുത്ത് പൊടിച്ചെടുക്കുന്നതാണ് ഈ എപ്സം സോൾട്ട്. കണ്ടാൽ പഞ്ചസാര പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതൊരു 5 ഗ്രാം വെതറി കൊടുക്കുക. അപ്പോൾ കൈ കൊണ്ട് എടുക്കുന്നതാണ് നല്ലത്, വെതറി കൊടുക്കണം. നമുക്കൊരു 5 ഗ്രാം എടുത്ത് ഇതിൻ്റെ ചുറ്റിലും വെതറി കൊടുക്കുക.
ഇതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ രീതി ഞാൻ ഒരുപാട് പച്ചക്കറി വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഉപയോഗിക്കാവൂ. ഇച്ചിരി അകത്തിട്ട് കൊടുക്കണം, തൊട്ടടുത്തിട്ട് കൊടുക്കരുത്. ഇപ്പോൾ എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് കൊടുത്തിട്ട് പൊത ഇടണം, കരിയില കൊണ്ട് പൊത ഇടണം. അതും കമ്പൽസറി മസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ആവറേജ് ചൈനക്കാരൻ ചെയ്യുന്ന ഇഞ്ചി കൃഷി. ഇനി നമുക്കിത് മണ്ണിട്ട് മൂടാം. അപ്പോൾ നമ്മൾ പൊത ഇട്ടു. ഇഞ്ചി, മഞ്ഞൾ എന്നീ സംഗതികൾക്ക് പൊത ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഇഞ്ചി നട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വളം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. നന്ദി, നമസ്കാരം.